എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ 10 വർഷത്തിന് ശേഷം ഇപ്പോൾ ഡെസ്റോസയിലെ ജനങ്ങൾ അവരുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം അത് ആഘോഷിക്കുകയാണ്. കാരണം ഇത്രയും കാലവും അവർ ഡോഫ്ലമിംഗോയുടെ അണ്ടറിൽ പപ്പടുകളെ പോലെ ജീവിച്ചു. സ്വന്തം ആൾക്കാരെയും ബന്ധുക്കളെയും മിത്രങ്ങളെയും ഒന്നും തന്നെ തിരിച്ചറിയാനാവാതെ അവരുടെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയാതെ ഡോഫ്ലമിംഗോയുടെ ചതിയിൽ വീണ് അവന് വേണ്ടി അവർ ഇത്രയും കാലവും ജീവിക്കുകയായിരുന്നു. ആക്ച്വലി ഇതാണ് ഡെസ്റോസ ഐലാൻഡിന്റെ സ്വാതന്ത്ര്യം. ഇവിടെ സാബോ അവൻ മുകളിലേക്ക് നോക്കും. ഡോഫ്ലമിംഗോയുടെ വെബ് പവർ അത് പൂർണ്ണമായിട്ടും ഇല്ലാതായിരിക്കുകയാണ്. സാബോയ്ക്ക് മനസ്സിലാവും അവന്റെ ബ്രദർ സ്ട്രോഹാർ ലൂഫി അവൻ ഡോഫ്ലമിംഗോയെ പൂർണ്ണമായിട്ട് തകർത്തുവെന്ന്. ഈ ഒരു മിഷനിലും ലൂഫി ആൻഡ് ടീം സക്സസ് ആയി ജയിച്ചുവെന്ന്. ഇവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ഔട്ട് ചെയ്ത് വെർജസിനെ കാണിക്കും. സാബോ വെർജസിനെ തല്ലി തല്ലി ഒരു ഭാഗത്ത് ഇട്ടിരിക്കുകയാണ്. വെർജസ് ആണെങ്കിൽ വിളിച്ചു ചോദിക്കും, സാബോ നീ എന്നെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ചു, ദയവ് ചെയ്ത് എന്നെ കൊന്നുകള, പരാജയപ്പെട്ട് ജീവിക്കാൻ എനിക്കാവില്ല. ഇതിന് സാബോ ക്യാഷ്വലായിട്ട് അവനോട് പോയി പണി നോക്കാൻ പറഞ്ഞ് അങ്ങനെ നടന്നു പോവും. പക്ഷെ വെർജസ് അത്രയൊക്കെ ഇടിയൊക്കെ കിട്ടിയിട്ടും അവൻ വീണ്ടും വീണ്ടും സാബോയെയും ലൂഫിയെയും ചീത്ത വിളിച്ചുകൊണ്ടേയിരിക്കും. നിനക്കൊരു കാര്യം അറിയോ, ഞങ്ങൾ അവനെ നേവിക്കാർക്ക് കൊടുക്കുന്നതിന് മുൻപ് അവൻ ഞങ്ങളോട് ചില പ്രത്യേക കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നിനക്കത് എന്താണെന്ന് അറിയണോ? അത് കേട്ട് സാബോ അവൻ ഷോക്കായി വെർജസിനെ തിരിഞ്ഞു നോക്കും. ഇവിടെയാണെങ്കിൽ റെവല്യൂഷണറി ആർമിയിലെ ടീമാണെങ്കിൽ ഇപ്പൊ സാബോയെയും ഹാക്കിനെയും വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഐലാൻഡിലേക്ക് എത്രയും വേഗം നേവിക്കാർ വന്ന് റൗണ്ട് ചെയ്യും. സോ അതിനു മുൻപ് അവർക്ക് അവിടുന്ന് എസ്കേപ്പ് ആവണം. പക്ഷേ സാബോ അതൊന്നും മൈൻഡ് ചെയ്യാതെ ആ വെർജസിനെ തന്നെ നോക്കുകയാണ്. വെർജസ് ആണെങ്കിൽ വീണ്ടും വീണ്ടും എന്തൊക്കെയോ ഭ്രാന്ത് പറഞ്ഞ് ബോയ് ടെൻഷൻ അടുപ്പിക്കും. ആബോയ്ക്കാണെങ്കിൽ ഇപ്പൊ അവന്റെ കൺട്രോൾ പോവും. അവൻ അങ്ങനെ ഓടി വന്ന് വെർജസിന്റെ തല അത് പിടിച്ചു വലിക്കും. ഈ ഒരു അക്ഷരം നീ എന്റെ ബ്രദറിനെ കുറിച്ച് പറഞ്ഞ നിന്റെ തല അത് ഞാൻ ഇട്ടിച്ചു പൊളിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് സാബോ അവൻ എയ്സിന്റെ മരണവാർത്ത അറിഞ്ഞ ആ ഒരു സീൻ കാണിക്കുകയാണ്. അവൻ ഒരുപാട് വിഷമത്തില്, എത്രത്തോളം വിഷമത്തിലും വേദനയിലും പിടഞ്ഞാണ് മരിച്ചതെന്ന് അവൻ മനസ്സിലാക്കും. പിന്നീടുള്ള ഓരോ ദിവസവും അവൻ ആ കാഴ്ചകൾ തന്നെയായിരിക്കും അവന്റെ മനസ്സിൽ കാണുക. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് അവന്റെ തല പിടിച്ച് അങ്ങനെ ഞെരിക്കുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ഔട്ട് ചെയ്ത് ഇപ്പൊ വെർജസിന്റെ പിൻഭാഗം കാണിക്കും. അവനൊരു കത്തി അങ്ങനെ അവിടെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വെർജസിന്റെ ആഗ്രഹം എങ്ങനെയെങ്കിലും ആ ഡെവിൾ ഫ്രൂട്ട് അത് സ്വന്തമാക്കണം എന്ന് മാത്രമാണ്. സോ അപ്പോയെ മാക്സിമം വെറുപ്പിച്ച് അവന്റെ ശ്രദ്ധ തെറ്റുന്ന സമയം അവനെ വെട്ടി വീഴ്ത്തി ആ ഫ്രൂട്ടിന്റെ പവർ അത് സ്വന്തമാക്കാനാണ് ഇത്രയും നേരം കണ്ടിന്യൂസ് ആയിട്ട് അവനെ വെറുപ്പിച്ചു കൊണ്ടേയിരുന്നത്. സാബോ ഒരു നിമിഷത്തിന് വേണ്ടി ഇപ്പൊ കാത്തു നിൽക്കും. ഒരു ഗ്യാപ്പ് കിട്ടിയ തക്കത്തിന് വെർജസ് ആ കത്തി വീശും. ജസ്റ്റ് മിസ്സിന് നമ്മുടെ സാബോ ആ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ട് അവന്റെ ഫയർ പവർ ഉപയോഗിച്ച് ഒരു ഒറ്റ അടി കൊടുക്കും. ആ ഒരു അടിയിൽ വെർജസ് മുഴുവനായിട്ടും തീ പിടിച്ച് കത്തി എരിഞ്ഞ് വീഴുകയാണ്. സാബോ ഫുൾ കലിപ്പിൽ പല്ല് കടിച്ച് അവനോട് പറയും, പ്ലീസ് അവൻ മരിച്ചിട്ടില്ല, അവന്റെ പവർ അത് എന്നിലൂടെ മുൻപോട്ടേക്ക് പോവും, അവൻ എന്റെ കൂടെ തന്നെയുണ്ട്. കട്ട് ചെയ്ത കറക്റ്റ് സമയം ഇപ്പൊ കഹോള അവളാണെങ്കിൽ സാബോയെ കോണ്ടാക്ട് ചെയ്യാണ്. നമ്മളുടെ ലിസ്റ്റിലുണ്ടായിരുന്ന എല്ലാവരെയും ഞാൻ പിടിച്ചു കഴിഞ്ഞു, നമുക്ക് എത്രയും വേഗം ഇവരെ നമ്മുടെ കപ്പലിലേക്ക് എത്തിക്കണമെന്ന് പറയും. ഇത് കേട്ട അടുത്ത നിമിഷം തന്നെ സാബോ കോള് കട്ട് ചെയ്യാണ്. മറ്റൊരു ഭാഗത്ത് നേവിക്കാര് അവരാണെങ്കിൽ ഡോഫ്ലമിംഗോയുടെ കാറ്റുപോയ അസിസ്റ്റൻസിനെ അവരെ എല്ലാവരെയും അങ്ങനെ തൂക്കിയെടുത്ത് അവിടുന്ന് കൊണ്ടുപോവാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് ഡോഫ്ലമിംഗോയെ നേവിക്കാർ റൗണ്ട് ചെയ്യാണ്. അവന്റെ ബോഡി മുഴുവൻ സീപ്രസൻ സ്റ്റോൺ കൊണ്ടുണ്ടാക്കിയ ചെയിനും ലോക്കും ഉപയോഗിച്ച് അവനെ ലോക്ക് ചെയ്യും. ഇവിടെ ബേബി ഫൈക്കാണെങ്കിൽ കുറച്ച് പേടി തോന്നും. കാരണം അവളും ഡോഫ്ലമിംഗോയുടെ ടീമാണ്. അതിൽ സായി പറയും, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്റെ കൂടെ നിന്നാ മതി, നിന്നെ ഞാൻ സേഫ് ആക്കാം. അതിനവള് പറയും, ജീവിതകാലം മുഴുവൻ ഞാൻ എന്റെ സ്വത്തുകൂട്ടന്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞ് അങ്ങനെ അവനെ ചേർത്ത് പിടിക്കുകയാണ്. വൈസ് അഡ്മിറൽ ആണെങ്കിൽ അവിടെ ഒരു വീഡിയോ ട്രാൻസ്പോർട്ടർ സ്നെയിൽ അത് സെറ്റ് ചെയ്യാണ്. അതിനുശേഷം ബാക്കിയുള്ള സോൾജിയേഴ്സിനോട് ബ്ലൈൻഡ് മാൻ നേവി ഓഫീസറിനെ ഫോളോ ചെയ്ത് പോകാനായിട്ട് അവൻ ഇൻസ്ട്രക്ഷൻ കൊടുക്കും. കട്ട് ചെയ്ത ഇവിടെ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ ആളാണെങ്കിൽ മൊത്തം നേവി സോൾജിയേഴ്സുമായിട്ട് അങ്ങനെ ആ ഐലാൻഡിലൂടെ നടക്കുകയാണ്. ഇപ്പൊ അദ്ദേഹത്തിന് മനസ്സിലാവുന്നു ഐലാൻഡിലുള്ള എല്ലാവരുടെയും യഥാർത്ഥ സമാധാനവും സന്തോഷവും. ഇവിടെ വൈസ് അഡ്മിറൽ ആണെങ്കിൽ ആള് സെറ്റ് ചെയ്ത് വെച്ച ആ വീഡിയോ ട്രാൻസ്പോർട്ടർ സ്നെയിൽ അതുപയോഗിച്ച് അടുത്തുള്ള ഐലാൻഡിൽ ടെസ്റോസയുടെ ഇപ്പോഴത്തെ അവസ്ഥ അത് ലൈവായിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണ്. ടെസ്റോസ ഐലാൻഡിന്റെ അവസ്ഥ കണ്ട് അവിടെയുള്ള ജനങ്ങൾ എല്ലാവരും ഷോക്കാവുകയാണ്. ഇതെന്തു പറ്റി? ഈ ഒരു ഐലാൻഡിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. മാത്രമല്ല വളരെ പവർഫുൾ ആയ 7 വാരലോഡിൽ ഒരാളായ ഡോഫ്ലമിംഗോ ഭരിക്കുന്ന രാജ്യമല്ലേ ഇത്? അവനെ തകർത്ത് ഈ ഒരു രാജ്യത്തിനെ ഈ അവസ്ഥയിലാക്കിയത് ആരാണെന്നൊക്കെ ചിന്തിച്ച് അവരങ്ങനെ കൺഫ്യൂസ്ഡ് ആവുകയാണ്. അപ്പോഴായിരിക്കും നമ്മുടെ വൈസ് അഡ്മിറൽ ആള് പറയുക, ഈ ഡെസ്റോസ ഐലാൻഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അത് നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ? ഇതിനെ ഈ രീതിയിലാക്കിയത് ആ 7 വാരലോഡിൽ ഒരുവനായ ഈ രാജ്യത്തിന്റെ തന്നെ കിങ് ആയ സാക്ഷാൽ ഡോഫ്ലമിംഗോ ആണ്.
അത് കേട്ട് ബാക്കിയുള്ള രാജ്യങ്ങളിലെ ജനങ്ങൾ അവർ ഷോക്കാവുകയാണ്. അവനെന്തിന് അവന്റെ രാജ്യം തന്നെ ഇതുപോലെ തകർക്കണം? വൈസ് അഡ്മിറൽ ആണെങ്കിൽ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ A to Z ബ്രോഡ്കാസ്റ്റിലൂടെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത് കിങ്ങിനെ കാണിക്കും. ആൾക്ക് ചുറ്റും ആ ഐലാൻഡിലുള്ള ജനങ്ങളെല്ലാവരും റൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. അവരുടെ മുഖത്താണെങ്കിൽ ഒരുപാട് കുറ്റബോധമുണ്ട്. അവരുടെ തെറ്റ് അവര് റിയലൈസ് ചെയ്ത് കഴിഞ്ഞു. അവര് കൈകൂപ്പി തല താഴ്ത്തി കിങ്ങിനോട് മാപ്പ് പറയാണ്. ദയവ് ചെയ്ത് ഞങ്ങളോട് ക്ഷമിക്കണം. അന്ന് നിങ്ങളുടെ നിരപരാധിത്വം അത് ഞങ്ങൾക്ക് തിരിച്ചറിയാനായില്ല. ആ ഡോഫ്ലമിംഗോ അവനാണ് ഇതിനെല്ലാത്തിനും കാരണക്കാരൻ. ഞങ്ങളെ എല്ലാവരെയും ബ്രെയിൻ വാഷ് ചെയ്ത് പറ്റിച്ച് ഇത്രയും കാലവും വളരെ ബ്രൂട്ടലായിട്ട് ഇവിടെ റൂൾ ചെയ്തു. ഇനിയെങ്കിലും ഞങ്ങൾക്ക് നിങ്ങളെ തിരികെ വേണം. ആ പഴയ സമാധാനം അത് ഞങ്ങൾക്ക് ഇവിടെ വേണം. ഇത് കേട്ട് കിങ് ആണെങ്കിൽ ഇപ്പൊ കൈ ഉയർത്തി കാണിച്ച് അവരോട് നിശബ്ദരാവും പറയും. കിങ് പറയും, എന്തൊക്കെയാണെങ്കിലും ഈ പഴയതുപോലെ രാജ്യം ഏറ്റെടുക്കാനോ ഭരിക്കാനോ റൂൾ ചെയ്യാനോ ഒന്നും എന്നെ കൊണ്ടാവില്ല. എന്റെ കാലഘട്ടം അത് കഴിഞ്ഞിരിക്കുകയാണ്. അത് കേട്ട് ജനങ്ങളാണെങ്കിൽ വീണ്ടും വീണ്ടും ശബ്ദത്തിൽ വിളിച്ചു പറയും, പ്ലീസ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഞങ്ങളെ കൈവെടിയരുത്. വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ ഭരിച്ചിരുന്ന കാലത്ത് പ്രധാനത്തിലും സന്തോഷത്തിലും സമൃദ്ധിയിലുമാണ് ഇവിടെ ജീവിച്ചത്. ആ ഒരു ജീവിതകാലം ഞങ്ങൾക്ക് തിരികെ തരണം. ഇങ്ങാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യാനും തിരുത്താനും ശ്രമിക്കും. പക്ഷെ അവരാണെങ്കിൽ അതൊന്നും കേൾക്കാതെ കിങ്ങിന്റെ കാലിൽ വീണ് നിലവിളിക്കുകയാണ്. ദയവ് ചെയ്ത് ഞങ്ങളുടെ വാക്ക് കേൾക്കണം. എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങൾക്ക് നിങ്ങളെപ്പോലെ ഒരു നല്ല ആളെയാണ് കിങ്ങായിട്ട് ആവശ്യം. ഒരു കാരണവശാലും നിങ്ങളെ ഉപേക്ഷിക്കാനോ തള്ളിപ്പറയാനോ ഇനി ഞങ്ങൾ കാരണക്കാരാവില്ല. ഞങ്ങളുടെ അപേക്ഷ അത് കേൾക്കണമെന്ന് പറഞ്ഞ് അവർ കെഞ്ചുകയാണ്. കിങ്ങിനാണെങ്കിൽ അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയില്ല. ആൾക്ക് എന്താ പറയണ്ടേന്നറിയാതെ ആള് തലയ്ക്ക് കൈ കൊടുത്ത് അങ്ങനെ തലകുനിച്ചിരിക്കും. ഉടനെ എലിസബല്ലോ കിങ് ആളിപ്പോ അവിടേക്ക് വന്ന് റിങ്കു കിങ്ങിനോട് പറയും, നിങ്ങൾ വീണ്ടും കിങ് ആവാൻ പോകുന്ന കാര്യം ഞാൻ അടുത്തുള്ള രാജ്യങ്ങളിലെ രാജാക്കന്മാരെ അറിയിച്ചു കഴിഞ്ഞു. അത് കേട്ട് കിങ് ഷോക്ക് ആവുകയാണ്. ഉടനെ സോൾജേഴ്സ് ഓടി വരും. കിങ്, നിങ്ങൾ എത്രയും വേഗം പാലസിലേക്ക് വരണം. അടുത്തുള്ള രാജ്യത്തിലെ കിങ്ങുകൾ എല്ലാവരും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവരെ എത്രയും വേഗം നിങ്ങൾ കാര്യങ്ങളുടെ സത്യാവസ്ഥ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി നിങ്ങളാണ് വീണ്ടും ടെസ്റോസ് ഐലാൻഡ് വീണ്ടെടുത്തത് എന്നുള്ള കാര്യം പറയണം. ഉടനെ ബ്ലൈൻഡ് മാൻ നേവി ഓഫീസറും സോൾജേഴ്സും അവരവിടേക്ക് നടന്നു വരും. ആക്ച്വലി ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം ലൈവായിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് ബ്രോഡ്കാസ്റ്റ് ആവുകയാണ്. ബ്ലൈൻഡ് മാൻ നേവി ഓഫീസർ കിങ്ങിനോട് പറയും, നിങ്ങളുടെ രാജ്യത്തിന് സംഭവിച്ചത് അത് തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ കുറ്റമാണ്. 7 വാർലോഡ്സിലെ ഒരുവനായ ആ ഡോഫ്ലമിംഗോ അവനാണ് ഇതെല്ലാം ചെയ്തത്. സോ 100% ഇതിന്റെ ഉത്തരവാദിത്വം അത് നേവി തന്നെ ഏറ്റെടുക്കുകയാണെന്ന് ആളങ്ങനെ തീർത്ത് കിങ്ങിന്റെ മുൻപിൽ വെച്ച് പറയുകയാണ്. ബ്ലൈൻഡ് മാൻ നേവി ഓഫീസറും എല്ലാ സൈന്യവും അവരെല്ലാവരും അങ്ങനെ സാഷ്ടാംഗം കിങ്ങിന് മുൻപിൽ പ്രണമിക്കുകയാണ്. ആക്ച്വലി ഈ ഒരു കാര്യം അത് ലോകം മുഴുവൻ അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ട്രാൻസ്പോർട്ടേഴ്സ് നെയിൽ വെച്ച് മറ്റ് രാജ്യങ്ങളിലൂടെ ഇത് അറിയിച്ചത്. മറ്റു രാജ്യങ്ങളിലെ ആൾക്കാരാണെങ്കിൽ ഈ ഒരു കാഴ്ച കണ്ട് ഷോക്കാവും. ടെസ്റോസ് ഐലാൻഡിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഡീറ്റെയിൽ ആക്കി മനസ്സിലാക്കി ന്യൂസ് റിപ്പോർട്ടേഴ്സ് അവര് എല്ലായിടത്തും ന്യൂസ് എത്തിക്കുകയാണ്. മാത്രമല്ല കിങ്ങിന് സംഭവിച്ച ആ ഒരു ട്രാജഡി അതില് നേവിക്കാരെല്ലാവരും മാപ്പ് പറഞ്ഞ ആ സംഭവം അതിപ്പോ ലോകത്തിന് തന്നെ ഒരു മാതൃകയായി തീരും. അങ്ങനെ എല്ലാവരും ഹാപ്പിയായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.